ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. അമിതമായ മരുന്നുപയോഗമാണ് സുനന്ദ പുഷ്കറിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ 12-ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൈമാറി. ടി പി ചന്ദ്രശേഖരൻ വലതുപക്ഷ അവസരവാദത്തിനെതിരെ പോരാടിയ ധീരനായ നേതാവെന്ന് വി എസ് അച്യുതാനന്ദൻ. ടി പിയുടെ ഘാതകരുടെ ദേശവിരുദ്ധ ബന്ധം അന്വേഷിക്കണം. വി എസിന്റെ അഭിപ്രായ പ്രകടനം ടി പിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി. അട്ടപ്പാടിയിലെ ശിശുമരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സർക്കാരിന് ഇനിയും മറുപടിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും നിയമസഭയിൽ നൽകിയത് വിവരം ശേഖരിച്ചു വരുന്നുവെന്ന മറുപടി മാത്രം. ആം ആദ്മി സർക്കാരും ഡൽഹി പോലീസും തമ്മിലുള്ള തർക്കം തുറന്ന പോരിലേക്ക്. പാർലമെന്റിന് സമീപത്തെ ധർണ 10 ദിവസം തുടരുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമരവേദിയിൽ പ്രവർത്തിക്കും. സ്ഥാനത്തിന്റെ വില മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് സുശീൽ കുമാർ ഷിൻഡെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 136 പോയിന്റുമായി തൃശൂർ 1-ാം സ്ഥാനത്ത്. പാലക്കാടും കോഴിക്കോടും തൊട്ടുപിന്നിൽ. അമിതമായ മരുന്നുപയോഗമാകാം സുനന്ദ പുഷ്കറിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിലെ ഡോക്ടർമാർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൈമാറിയ റിപ്പോർട്ടിലാണ് മരണകാരണം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരീരത്തിൽ 12-ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിൽ നിന്ന് റഷീദുദ്ദീൻ ചേരുന്നു വിവരങ്ങളുമായി. റഷീദ്, എന്തൊക്കെയാണ് എയിംസിലെ ഡോക്ടർമാർ നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതായി നമുക്ക് ലഭിച്ച വിവരങ്ങൾ? രാജീവ്, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ എയിംസിലെ ഡോക്ടർമാർ നൽകിയ വെളിപ്പെടുത്തൽ നിന്ന് വളരെ കുറച്ച് പുതിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സുനന്ദയുടെ ശരീരത്തിൽ ധാരാളം ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഈ മുറിവുകൾ ഒന്നും തന്നെ മരണകാരണമായിരുന്നില്ല എന്നും ഒരാഴ്ച മുതൽ 1-2 ദിവസങ്ങൾ വരെ തൊട്ടു മുമ്പേ വരെയുള്ള മുറിവുകൾ ഇതിലുണ്ടായിരുന്നു എന്നുമാണ് അന്ന് പറഞ്ഞിരുന്നത്. അതേസമയം സുനന്ദയുടെ ചില ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. സാധാരണഗതിയിൽ വിഷപരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മാറ്റിവെക്കാറുണ്ടായിരുന്നത്. അൽപ്രാക്സ് മരുന്നിന്റെ അമിതമായ ഉപയോഗം സുനന്ദ നടത്തിയിരുന്നു എന്ന് നേരത്തെ തന്നെ പോലീസും പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. 20 ഗുളികകളുടെ 20 എണ്ണം അടങ്ങിയ സ്ട്രിപ്പിൽ നിന്ന് 15 എണ്ണം കാണാതെയിരിക്കുകയാണ് അന്ന് സംഭവിച്ചിരുന്നത്. എന്നാൽ ഈ ഗുളികകൾ ശരീരത്തിനകത്ത് ചെല്ലുമ്പോൾ സുനന്ദ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നും അതുകൊണ്ട് വിഷബാധ ഏറ്റ് ഉണ്ടായ ഒരുപക്ഷെ ഒരു മൈൽഡ് ഹൃദയാഘാതം തന്നെ ആയിരിക്കാം മരണകാരണം എന്നുമാണ് ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. 15ഓളം ഗുളികകൾ സുനന്ദ എന്തുകൊണ്ട് സ്വമേധയാ കഴിച്ചു? ഇത് ആത്മഹത്യക്ക് തുല്യമാണോ എന്നതാണ് ഇവിടെ ഉയരുന്ന ഒരു വളരെ ഗുരുതരമായ ഒരു ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മറുപടി പറയേണ്ടത് ഇപ്പോൾ SDM നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സുനന്ദ ആത്മഹത്യ ചെയ്തതാണോ അല്ല ഇനി മറ്റു വല്ല കാരണങ്ങൾ കൊണ്ടുമാണോ മരണമടഞ്ഞത്, ഈ പരിക്കുകൾ സുനന്ദ ഏറ്റിരിക്കുന്നത് എന്തെങ്കിലും ആക്രമണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകൾ മൂലമാണോ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇക്കാര്യത്തിൽ SDMന്റെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. രാജീവ്, റഷീദുദ്ദീൻ, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ശശി തരൂരിനെ, കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശശി തരൂരിനെ ഏത് വിധത്തിലാണ് ബാധിക്കാൻ ഇടയുള്ളത്? SDMന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ആത്മഹത്യയാണ് എന്ന സൂചനയുണ്ടെങ്കിൽ അത് ഏതു വിധത്തിലാവും ശശി തരൂരിനെ ബാധിക്കുക? യഥാർത്ഥത്തിൽ ഈ കേസിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു ആത്മഹത്യയാകാനുള്ള എല്ലാ സാധ്യതയും ഈ കേസിൽ ഇപ്പോൾ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ SDM ഏത് നിലയിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ റിപ്പോർട്ട് ആത്മഹത്യയാണ് എന്ന എന്തെങ്കിലും ഒരു സൂചന നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശശി തരൂരിനെതിരെ പോലീസിന് കേസെടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ SDM നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകം മരിക്കുന്ന ഭാര്യമാരുടെ കാര്യത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം അനുസരിച്ച് ആത്മഹത്യയാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും സൂചന SDMന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ടെങ്കിൽ പോലീസിന് കേസെടുക്കേണ്ടി വരും. തീർച്ചയായും തരൂരിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും. മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറായിക്കൊള്ളണം എന്നുമില്ല. ഇപ്പോൾ തന്നെ വളരെ ഒരു കാര്യം, കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ബഹുഭൂരിപക്ഷ നേതാക്കളും അദ്ദേഹത്തിൽ നിന്ന് അകലം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു പാർട്ടികളും ഇക്കാര്യത്തിൽ അദ്ദേഹം കേന്ദ്ര മന്ത്രിയായിട്ട് കൂടി അദ്ദേഹത്തെ പിന്തുണക്കാനോ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാനോ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ തരൂരിന്റെ രാഷ്ട്രീയ ഭാവി ഈ കേസിന്റെ വിധിയെ ആശ്രയിച്ച് തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. റഷീദുദ്ദീനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
അട്ടപ്പാടിയിൽ കഴിഞ്ഞ വർഷം മാത്രം 40-ലേറെ ആദിവാസി കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചോ ശിശുമരണങ്ങൾ തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചോ ആരോഗ്യമന്ത്രിക്ക് മറുപടിയില്ല. ഇത് സംബന്ധിച്ച 4 ചോദ്യങ്ങൾക്കും വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഒറ്റ മറുപടിയാണ് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ നിയമസഭയിൽ നൽകിയത്. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലം ആദിവാസി കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 4 MLA-മാർ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ശിശുമരണങ്ങളുടെ കാരണത്തെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു മുൻ പട്ടികവർഗ വകുപ്പ് മന്ത്രി AK ബാലന്റെ ചോദ്യം. ഇപ്പോഴും തുടരുന്ന ശിശുമരണവും ഗർഭമലസലും തടയാൻ 2013 ഏപ്രിൽ മുതൽ സ്വീകരിച്ച നടപടികൾ എന്തെന്നായിരുന്നു KS സലീഖയും വി ചെന്താമരാക്ഷനും ചോദിച്ചത്. പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവ് നികത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് KV വിജയദാസും ചോദ്യമുന്നയിച്ചു. എന്നാൽ നക്ഷത്രചിഹ്നമിടാത്ത 4 ചോദ്യങ്ങൾക്കും വിവരം ശേഖരിച്ചു വരുന്നുവെന്ന ഒരേ ഒരു മറുപടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ശിവകുമാറിന് നൽകാനുണ്ടായിരുന്നത്. 2013 മാത്രം 40-ലേറെ കുട്ടികൾ മരിക്കാനിടയായത് കുട്ടികളുടെയും അമ്മമാരുടെയും പോഷകാഹാരക്കുറവ് മൂലമാണെന്ന റിപ്പോർട്ടുകൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രശ്നത്തിലിടപെട്ട് അട്ടപ്പാടിയിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചു. 125 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരും ശിശുമരണം തടയാൻ അടിയന്തര പ്രാധാന്യത്തോടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുമെന്നും ന്യൂട്രീഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ഈ പാക്കേജുകളും പദ്ധതികളും കൊണ്ട് ആദിവാസികൾക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപമുയർന്നു. അതിനിടെയാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇക്കാര്യത്തിൽ നിസ്സംഗമായ മറുപടി നൽകിയിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. CPM നേതാവ് വി ചെന്താമരാക്ഷൻ നെന്മാറ MLA അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. മുസ്ലിം ലീഗ് നേതാവും അട്ടപ്പാടി ഉൾക്കൊള്ളുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിലെ MLA-യുമായ N ഷംസുദ്ദീൻ അദ്ദേഹവും തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദിവാസി പ്രവർത്തകൻ രാമുവിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ചെന്താമരാക്ഷനിലേക്ക്. ശ്രീ ചെന്താമരാക്ഷൻ, കഴിഞ്ഞ ഏപ്രിൽ മുതൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന ചോദ്യമാണ് താങ്കളടക്കമുള്ള MLA-മാർ നിയമസഭയിൽ അൺസ്റ്റാർഡായി ഉന്നയിച്ചത്. വിവരം ശേഖരിക്കാൻ പാകത്തിൽ നേരത്തെ തന്നെ ചോദ്യം കൊടുക്കാതിരുന്നതാണോ വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടിയിലേക്ക് മന്ത്രിയെ നയിച്ചത്? അസംബ്ലിയുടെ നടപടിക്രമം അനുസരിച്ച് നിയമസഭ ചേരുന്നതിന് എത്ര ദിവസം മുമ്പ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട്? അതിന് കൃത്യമായ മറുപടി ലഭ്യമാക്കുന്നതിനുള്ള സമയം സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ? ശ്രീ ചെന്താമരാക്ഷൻ, ഇതിൽ കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഈ അട്ടപ്പാടിയിലെ ശിശുമരണത്തെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അതിനൊരു തൃപ്തികരമായിട്ടുള്ള മറുപടി കിട്ടിയില്ല. 2012 19ഓളം ആദിവാസി കുട്ടികളും 2013 ഇപ്പോൾ വന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 40ഓളം കുട്ടികളാണ് പോഷകാഹാരക്കുറവിൻ്റെ ഭാഗമായിട്ട് മരണമടഞ്ഞതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇതൊരു വിവാദമായി ഉയർന്നു വന്ന അവസരത്തിൽ ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കപ്പെട്ടതാണ്. പാലക്കാട് കളക്ടറേറ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള യോഗം ചേർന്നു. അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള യോഗം മാത്രമല്ല, നിരവധി ആളുകൾ, മന്ത്രിമാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, എല്ലാം ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടെ ചെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബലത്തിൽ അത് യാതൊന്നുമില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ജൂൺ മാസത്തിൽ ചേർന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ AK ബാലൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാണ്, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാണ്. എന്നിട്ടും ഒരു ശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നത് വേദനാജനകമാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ട വിഷയം തന്നെയാണ്. ശ്രീ ചെന്താമരാക്ഷൻ, ശക്തമായ നടപടി ഉണ്ടായില്ല എന്നതുകൊണ്ടാണോ വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടി സർക്കാരിന് നൽകേണ്ടി വരുന്നത്? അതോ ചോദ്യം ഉന്നയിച്ച് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നതിനാലാണോ? സാധാരണഗതിയിൽ മന്ത്രിമാർ നിയമസഭയിൽ വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടി നൽകുന്നത് പുതുമയല്ല. അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണയിൽ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇതിപ്പോൾ നടപടിയൊന്നും എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഒരു പൊതുവായിട്ടുള്ള മറുപടി പറയുന്നത്. സാധാരണ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോദ്യങ്ങൾക്ക്
കൃത്യമായിട്ടുള്ള മറുപടി നൽകാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മറുപടി പറയാൻ സാങ്കേതികമായിട്ട് സർക്കാർ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഒഴുക്കമട്ടിലുള്ള മറുപടി പറഞ്ഞ് സർക്കാർ രക്ഷപ്പെടുകയാണ്. ശരി ചിന്താമരാക്ഷൻ. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ഇവിടെ ഉയരുന്ന പ്രശ്നം നിയമസഭയിൽ വിവരം ശേഖരിച്ചു വരുന്നു എന്ന് മറുപടി പറയാൻ ഒരു മന്ത്രിക്ക് അവകാശമുണ്ട്. വിവരം ശേഖരിച്ചതിന് ശേഷം സഭയെ അറിയിക്കാം എന്ന ഉറപ്പുകൂടിയാണ് അദ്ദേഹം അത്തരമൊരു മറുപടി നൽകുമ്പോൾ സഭയ്ക്ക് നൽകുന്നത്. പക്ഷേ കഴിഞ്ഞ ജൂൺ മാസം മുതൽ നിരവധി പ്രഖ്യാപനങ്ങൾ അട്ടപ്പാടിയെ സംബന്ധിച്ചുണ്ടായി. മന്ത്രിമാർ പ്രഖ്യാപനങ്ങൾ നടത്തി. മുഖ്യമന്ത്രി തന്നെ അട്ടപ്പാടിയിലെ ആശുപത്രികളിൽ 75ലേറെ തസ്തികകൾ പുതുതായി അനുവദിക്കുന്നതിനെക്കുറിച്ച്, അവിടെ ഡോക്ടർമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച്, ഡോക്ടർമാർക്ക് കൂടുതൽ ശമ്പളം നൽകുന്നതിനെക്കുറിച്ച് ഒക്കെ പല പ്രഖ്യാപനങ്ങളുണ്ടായി, ക്യാബിനറ്റ് തീരുമാനങ്ങളുണ്ടായി. ഇത്രയും ഒക്കെ നടന്നതിന് ശേഷവും 6 മാസത്തിനിപ്പുറം നിയമസഭ ചേരുമ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചാൽ അതിന് വിവരം ശേഖരിച്ചു വരുന്നു എന്ന് മറുപടി നൽകുമ്പോൾ ചെന്താമരാക്ഷൻ ഉന്നയിച്ചതുപോലെ തന്നെ നടപടിയൊന്നും സ്വീകരിക്കാത്തതുകൊണ്ട് സർക്കാരിന് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് തന്നെ ജനം മനസ്സിലാക്കേണ്ടി വരില്ലേ? ഇവിടെ ഈ വിഷയത്തിൽ 2 തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, അട്ടപ്പാടിയിൽ ഉണ്ടായ സ്ഥിതിവിശേഷത്തെ സംബന്ധിച്ച് അട്ടപ്പാടിയിൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. സാങ്കേതിക തടസ്സമുണ്ട്. രാമു, ആദിവാസി പ്രവർത്തകൻ, ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാമു, സർക്കാർ ഇന്ന് നിയമസഭയിൽ നൽകിയ മറുപടി അട്ടപ്പാടിയിൽ ശിശുമരണമുണ്ടായ സാഹചര്യത്തിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ, കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, ശിശുമരണം തടയാൻ ഒക്കെ സ്വീകരിച്ച നടപടികൾ, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ എന്ന മറുപടിയാണ്. അട്ടപ്പാടിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് താങ്കൾക്ക് എന്താണ് സർക്കാരിൻ്റെ ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്? നടപടികൾ അട്ടപ്പാടിയുടെ വിവിധ ഊരുകളിൽ എത്താത്തത് കൊണ്ട് തന്നെയാണോ സർക്കാരിന് ഇത്തരത്തിലൊരു മറുപടി നൽകേണ്ടി വരുന്നത്? ഈ ചോദിച്ച മറുപടിക്ക് ഞാൻ പുറകെ മറുപടി പറയാം. അതിന് മുന്നേ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ആശുപത്രിയിലുള്ള സസ്യങ്ങൾ നികത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നൊന്ന്, NRC പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. PHC അതായത് പബ്ലിക് ഹെൽത്ത് സെന്ററുകളും സബ് സെന്ററുകളും ഒന്ന് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലുപരി ബാക്കിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി എന്നെ പ്രേരിപ്പിക്കുന്നത്. ഒന്ന്, ഇപ്പം 5 പ്രാർത്ഥന ഗോത്രങ്ങളടക്കം 5 ഊരുകളിലെ കുട്ടികൾ മരിച്ചു. പ്രാർത്ഥന ഗോത്രങ്ങൾ മാത്രം. മറ്റ് വിവിധ ഊരുകളിലേക്ക് വലിയ അട്ടപ്പാടിയിൽ 24 മാസത്തിനിടയ്ക്ക് 68 കുട്ടികളുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 68 മരണങ്ങൾ സംഭവിച്ചിട്ട് ഇത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും രാത്രി സമയങ്ങളിൽ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളെ പാലക്കാട്, കോയമ്പത്തൂർ വിവിധ മേഖലകളിലേക്ക് ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത്. വേറൊന്ന്, സ്കാനിങ് സംവിധാനം അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്കാനിങ് സംവിധാനം ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോഴും കോയമ്പത്തൂരും അതുപോലെ മണ്ണാർക്കാട് പോലുള്ള മേഖലകളിൽ പോയിട്ടാണ് ഗർഭാവസ്ഥ കാര്യം ചെയ്യുന്നത്. ഇത് ശരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കി തരുന്നത് ആദിവാസികളോടുള്ള സമീപനം. ഇപ്പൊ വേറൊരു സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചില്ല എന്നാണ് വേദനജനകമായിട്ട് പറയാണ്. രാമു, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഒരിക്കൽ കൂടി ചെന്താമരാക്ഷനിലേക്ക്. ശ്രീ ചെന്താമരാക്ഷൻ, സർക്കാർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദിവാസികളുടെ കാര്യത്തിൽ പല പ്രഖ്യാപനങ്ങൾ, അത് ഈ സർക്കാർ മാത്രമല്ല മുൻകാലങ്ങളിലുണ്ടായ സർക്കാരുകളും പല പ്രഖ്യാപനങ്ങളും നടത്താറുണ്ട്. ഇത് പക്ഷേ അവരിലേക്ക് എത്തുന്നില്ല എന്ന ആരോപണവും കാലങ്ങളായി ഉയരുന്നതാണ്. അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെ വേണ്ടേ നമ്മൾ കരുതാൻ? അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന അവസരത്തിൽ ഈ ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും വിഷയത്തിൽ വളരെ സജീവമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അന്ന് ഞാൻ കൊല്ലങ്കോട് MLA ആയിരുന്നു. കൊല്ലങ്കോട് MLA എന്ന നിലയിൽ തന്നെ എൻ്റെ മണ്ഡലത്തിലെ പറമ്പിക്കുളത്തും അതുപോലെ തന്നെ നെല്ലിയാമ്പതി പഞ്ചായത്തിലുള്ള ആദിവാസികൾക്കിടയിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. സമാനമായി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലും ഇതേ സമീപനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ആശുപത്രി, അസുഖം വന്നാൽ ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആശുപത്രി സൗകര്യം നൽകുന്ന കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായിരുന്നില്ല. അവിടെ അട്ടപ്പാടി കേന്ദ്രമാക്കി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരംഭിച്ചു, ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു.
ആദിവാസികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള സമീപനം അന്നത്തെ ഗവൺമെൻറ്റിൽ, പ്രത്യേകിച്ച് AK ബാലൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ ആദിവാസി കോളനികളിൽ ചെന്ന് താമസിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച അനുഭവം എനിക്കുണ്ട്. എൻ്റെ മണ്ഡലത്തിലെ പറമ്പിക്കുളത്ത് മന്ത്രി നേരിട്ട് സന്ദർശിച്ചാണ്. ആ നിലയിൽ പ്രശ്നങ്ങളിൽ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനൊന്നും അന്നൊന്നും ഇത്തരം യാതൊരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും സമാനമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ 2011 LDF ഗവൺമെൻറ് പോയി, UDF ഗവൺമെൻറ് വന്നു. UDF ഗവൺമെൻറ് വന്ന വർഷം മുതലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് മുന്നണി ഗവൺമെൻറ്റുകളും സമാനമായ സമീപനമാണ് സ്വീകരിച്ചത് എന്ന്. ചെന്താമരാക്ഷൻ, അട്ടപ്പാടിയിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ അവിടെ ആവശ്യത്തിന് തസ്തികകൾ അനുവദിച്ചിരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല എന്ന പരാതി അന്നും ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, UDF സർക്കാരിൻ്റെ കാലത്താണ് ശിശുമരണങ്ങൾ സംഭവിച്ചത് എന്നത് വസ്തുതയാണ്. അന്നാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നത് വസ്തുതയാണ്. പക്ഷേ പോഷകാഹാരക്കുറവ് വർഷങ്ങളായി നിലനിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കാലങ്ങളായി നിലനിൽക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് നമ്മൾക്ക് മറച്ചുവെക്കാൻ സാധിക്കില്ലല്ലോ. അതിൽ ഈ ആശുപത്രിയിലെ തസ്തികകൾ സൃഷ്ടിക്കലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നിട്ടാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കുന്നത്. അതൊരു സർക്കാർ പ്രോസസ്സാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ തുടർന്നിരുന്നുവെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. അതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി അവിടെ ആരംഭിച്ചത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഈ പോഷകാഹാരക്കുറവിൻ്റെ ഭാഗമായി കുട്ടികൾ മരിച്ചു വീഴുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം യാതൊരു പ്രശ്നമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയപ്പോൾ ഈ ശ്രദ്ധയും ഇടപെടലുമില്ല, സഹായമില്ല, ആദിവാസികൾക്ക് കൊടുക്കുന്നില്ല. പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും ശക്തമായി ബാധിക്കുക സമൂഹത്തിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ജനവിഭാഗത്തെയാണ്. ഈ കേരളീയ സമൂഹം ഇന്ന് നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റവും ശക്തമായിട്ട് സമൂഹത്തെ ബാധിക്കുകയാണ്. അതിലെ ദുർബല വിഭാഗം എന്ന നിലയിൽ ആദിവാസികളെ അത് സാരമായി ബാധിക്കുന്നു എന്നേ മനസ്സിലാകും. പൊതുസമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിലും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷേ ആദിവാസികളെ സാരമായി ബാധിക്കുന്നു. 2011 വരെ ഒരു പ്രശ്നമില്ലല്ലോ. 2015 ശേഷം UDF ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം മന്ത്രിമാരുടെ സംഘങ്ങൾ പലതവണ അട്ടപ്പാടി സന്ദർശിച്ചിരുന്നു. കേന്ദ്രമന്ത്രി നേരിട്ടെത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് പ്രത്യേക പാക്കേജ് അനുവദിച്ചിരുന്നു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. പാക്കേജ് നടപ്പായോ ഇല്ലയോ, അത് നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചോ ഇല്ലയോ, അതൊക്കെ വേറെ പ്രശ്നം. പക്ഷേ ഇത്തരം പ്രഖ്യാപനങ്ങൾ അട്ടപ്പാടിയെ സംബന്ധിച്ച് ഉണ്ടായതാണ്. പക്ഷേ അതൊന്നും ഈ മറുപടിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതുമാണ്, അതൊന്നും മറുപടിയായി ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല. സഭയിൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നൽകേണ്ട ബാധ്യതയിൽ നിന്ന് സർക്കാർ മാറി നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഈ സർക്കാർ UDF ഗവൺമെൻറ് ഇത്തരം പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നില്ല എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് സഭയിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ജെനുവിൻ ആയിട്ടുള്ള ഇഷ്യൂസിൽ കൃത്യമായിട്ട് മറുപടി പറയാൻ സഭയ്ക്കകത്ത് തന്നെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായിട്ടുള്ള സമീപനം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒട്ടേറെ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റേതായിട്ട് നേരിട്ട് സഭയിൽ വരുന്ന, ഫ്ലോറിൽ വരുന്ന ചോദ്യോത്തര വേളകളിൽ ഉൾപ്പെടെ ഒരു ശക്തമായിട്ടുള്ള ചോദ്യം ഉന്നയിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ സർക്കാർ തയ്യാറാവുന്നില്ല, ഉത്തരവാദപ്പെട്ട ആളുകൾ തയ്യാറാവുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. ഇന്നും സഭയിൽ ഇതുമായി ബന്ധപ്പെടുത്തി, ഇതുമായിട്ടല്ല മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉന്നയിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയാതിരിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ കഴിവുകേട് കൊണ്ടാണ്. അതാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീ ചെന്താമരാക്ഷൻ, ആദിവാസി ഊരുകളുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്തരം കാര്യങ്ങളിൽ ഉത്തരം ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം ലഭിക്കാതിരിക്കുക എന്നത് പലപ്പോഴും പ്രതിപക്ഷം പോലും ഒരു വലിയ വിഷയമായി ഉന്നയിക്കുന്നില്ല എന്ന് തോന്നുന്നു. സോളാർ വിഷയത്തിലോ സലീം രാജ് വിഷയത്തിലോ കാണിക്കുന്ന താല്പര്യം ഒരുപക്ഷെ അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ഉത്തരം സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിനും ഉണ്ട് എന്ന് കരുതാനാകുമോ?
അതിൽ ഈ പ്രശ്നങ്ങൾ ഒരുപാടെണ്ണം ഉയർന്നു വരികയാണല്ലോ. ഈ അട്ടപ്പാടിയിലെ കുട്ടികളുടെ മരണം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമാണോ തൊട്ടടുത്ത ദിവസം, ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അടിയന്തര പ്രമേയം, ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചാണ്, ബഹുമാന്യനായ മുൻമന്ത്രി ശ്രീ എ കെ ബാലൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതാണ്. അപ്പോൾ പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഈ വിഷയം വന്ന സമയത്ത് ശക്തമായിട്ട് ഇത് നിയമസഭാ വേദിയിലും നിയമസഭയ്ക്ക് പുറത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. രാമുവിലേക്ക് ഒരിക്കൽ കൂടി. രാമു, നിയമസഭയിൽ മറുപടി പറഞ്ഞില്ല, പക്ഷേ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്ന തോന്നൽ അട്ടപ്പാടിയിലെങ്കിലും ജനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സത്യത്തില് ഈ ഒരു ചോദ്യത്തിന് ശരിക്കും കോടികൾ ഇവിടെ നടക്കുന്നു. ഇപ്പൊ കുട്ടികളുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 250 കോടി ഇവിടെ അട്ടപ്പാടിയിൽ വന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ ഇത് സാധാരണക്കാരായിട്ടുള്ള ആദിവാസികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ഈ പാക്കേജ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല. ഏത് വഴിക്ക് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഇത് വിരൽ കൂടുന്നത് ഇപ്പൊ ഇവിടെ ഈ കുട്ടികളുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുപോലെ ജയറാം രമേശ് പോലുള്ള കേന്ദ്രമന്ത്രിമാരെത്തി അവരുടെ പ്രഖ്യാപനം നടത്തി. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നമ്മുടെ കേരള ഗവൺമെന്റിന് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എത്രയും നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ഒന്നും നടക്കാതെ ഇതൊന്നും നമ്മുടെ ആൾക്കാർക്ക് ഇനിയും സാധ്യമായിട്ടില്ല. അപ്പൊ ഇത് ദുർബലതയും നടത്തിയാൽ മാത്രം ഇത് കൃത്യമായിട്ട് നമ്മുടെ ആളുകളിലേക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല ഇതിന് ഈ സംവിധാനങ്ങളിൽ നടക്കുന്നത് മറ്റേ നമ്മുടെ സംഘടനകളോ മറ്റ് സാമൂഹ്യ പ്രവർത്തകരോ അറിയുന്നില്ല. ഇത് ഒരു മറ്റേ ഈ വികസന സംവിധാനങ്ങളിലെല്ലാം രാമുവിലേക്ക്. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ നേരത്തെ ചോദിച്ചത്, മന്ത്രിക്ക് നിയമസഭയിൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്ന് മറുപടി നൽകാനുള്ള അവകാശമുണ്ട്. അത് വിവരം ശേഖരിച്ച് പിന്നീട് സഭയെ അറിയിക്കാം എന്ന ഉറപ്പ് കൂടിയാണ്. പക്ഷേ ഇവിടെ രാമു സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു എന്നതല്ലാതെ അത് ഏത് വിധത്തിൽ നടപ്പാക്കുന്നു എന്ന്, അല്ലെങ്കിൽ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും അവിടുത്തുകാർക്ക് അറിയില്ല എന്ന് രാമു സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ കാര്യങ്ങൾ വൃത്തിയായി നടക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയല്ലേ കൃത്യമായൊരു ഉത്തരം നൽകാൻ, സഭയിൽ ഉത്തരം നൽകാൻ മന്ത്രിക്ക് സാധിക്കാതെ പോകുന്നത്? ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് വന്ന ഫാൾട്ട് കൊണ്ട്, ഞാനിവിടെ ഈ ചർച്ചയുടെ തുടക്കം മുതലേ പ്രസന്റാണ്. ഇവിടെ ഈ ഗവൺമെന്റിനെതിരെയും അവിടുത്തെ നടപടികളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ എനിക്ക് അവസരം ഉണ്ടാവണം. അല്ലാതെ നിങ്ങളെ അനുസരിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഒരു ഏകപക്ഷീയമായ ചർച്ചയാണെങ്കിൽ ഈ ചർച്ച തുടരുന്നതിന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് കൂടി അവസരം, ഇപ്പൊ എന്റെ അവസരങ്ങൾ ഒരുപാട് പോയി, അപ്പൊ അതുകൊണ്ട് അതുകൂടി വകവെച്ച് തരണം എന്ന് ആമുഖമായിട്ട് പറയാണ്. ഇവിടെയുള്ളൊരു വിഷയം, ഈ ചോദ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി ക്വസ്റ്റ്യനുകൾ വരും. ആദ്യം അസംബ്ലിയുടെ ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവിധ മന്ത്രിമാർ മറുപടി പറയേണ്ട ദിവസങ്ങൾ തീരുമാനിക്കും. ആ ദിവസത്തിലേക്ക് ആ മന്ത്രിക്കുള്ള ചോദ്യം പോകും. ആ ചോദ്യങ്ങളിൽ നിന്ന് നറുക്കിട്ടാണ് സ്റ്റാർ ക്വസ്റ്റ്യനും അൺസ്റ്റാർ ക്വസ്റ്റ്യനും തീരുമാനിക്കുന്നത്. സ്റ്റാർ ക്വസ്റ്റ്യനായി വന്ന ക്വസ്റ്റ്യനുകളാണെങ്കിൽ അതിന് യുദ്ധകാലടിസ്ഥാനത്തിൽ മറുപടി എത്തും. അത് സഭയിൽ അതേ ദിവസം എന്നാണോ ചോദ്യം വരുന്നത് അന്നേക്ക് എത്തിയിരിക്കണം. അൺസ്റ്റാർ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വേഗത കുറയും. അത് ഈ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ ഈ ക്വസ്റ്റ്യന് ടോസ് കിട്ടിയില്ല, നറുക്കെടുപ്പിൽ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഇത് അൺസ്റ്റാർ ക്വസ്റ്റ്യനുകളുടെ ഗണത്തിലാണ് പോയത്. അൺസ്റ്റാർ ക്വസ്റ്റ്യനിൽ തന്നെ കുറെ മറുപടി വരും, കിട്ടാത്തതിന് വിവരം ശേഖരിച്ചു വരുന്നു, അതും ഒരു മറുപടിയാണ്. കൊടുക്കുമ്പോൾ കൃത്യമായ വിവരം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ആ കൃത്യമായ വിവരം ചോദ്യകർത്താക്കൾക്ക് ഈ അസംബ്ലി സെഷൻ തീരുന്നതിന് മുമ്പ് എത്തിച്ചു കൊടുക്കും. ആ നടപടിക്രമങ്ങളും അട്ടപ്പാടിയിലെ ഈ വിഷയത്തിൽ ഈ ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ശരിയല്ല. അട്ടപ്പാടിയിൽ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മറുപടി വന്നത് എന്ന് പറയുന്നതും ശരിയല്ല. കാരണം ഇത് അതിൻ്റെതായ ഒരു ചാനലുണ്ട് ഈ മറുപടി കൊടുക്കുന്നതിന്. ഈ നേരെ മറിച്ച് ഈ ചോദ്യം സ്റ്റാറായി വന്നിരുന്നുവെങ്കിൽ, അതോടൊപ്പം തന്നെ ഒന്നാമതായോ രണ്ടാമതായോ വന്നിരുന്നുവെങ്കിൽ
മറുപടി ഈ മന്ത്രി സഭയിൽ തന്നെ പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അതിന്റെ ആ സിസ്റ്റത്തിന്റെ തകരാറാണ്, അല്ലാതെ ഈ വിഷയത്തെ ഗൗരവമായി കാണാത്തത് കൊണ്ടല്ല. അവിടെ ഇത് ഒരു നടപടിക്രമം താങ്കൾ വിശദീകരിച്ചു, അത് ശരിയുമാണ്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ലോട്ടിട്ട് എടുക്കുന്നതാണ്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യന് ഒരുപക്ഷെ കൂടുതൽ സമയം അനുവദിക്കപ്പെട്ടേക്കാം വിവരം ലഭ്യമാക്കുന്നതിന്. അത് നിയമസഭാ സമ്മേളനം തീരുന്നതിന് മുമ്പ് അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരിക്കാം. പക്ഷേ 250 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് തീരുമാനങ്ങളായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവിടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കും, ആ ഡോക്ടർമാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകും എന്നു തുടങ്ങി നിരവധിയായ പദ്ധതികൾ. സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പാക്കിയ കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതിയുണ്ട്. കുട്ടികൾക്ക് പോഷകാഹാര വിതരണം ഊർജിതമാക്കാൻ സ്വീകരിച്ച നടപടികളുണ്ട്. ഇതൊക്കെ തന്നെ കഴിഞ്ഞ 6 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ക്രോഡീകരിച്ച് അവതരിപ്പിക്കാൻ പോലും കഴിയാതെ പോയി എന്നുള്ളിടത്തല്ലേ യഥാർത്ഥ പരാജയം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയം അസംബ്ലിയിൽ ഉന്നയിക്കുന്നതിന് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഒരു മാർഗം മാത്രമാണ്. വേറെയും മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അടിയന്തര പ്രമേയം. നമ്മൾ നാളെ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം ഇന്നാണ് നോട്ടീസ് കൊടുക്കുന്നത്. അതിന്റെ എല്ലാ വസ്തുതകളും വെച്ച് മന്ത്രി സഭയിൽ മറുപടി പറഞ്ഞു കൊള്ളണം. അത് നിയമമാണ്, അങ്ങനെ പറയാറുണ്ട്, അത് കീഴ്വഴക്കമാണ്. അപ്പോൾ ഈ വിഷയത്തിന് അടിയന്തര സ്വഭാവം നിശ്ചയിക്കേണ്ടത് ചോദ്യകർത്താക്കളാണ്. ചോദ്യമല്ലാതെ തന്നെ അടിയന്തര പ്രമേയമായിട്ട് വരാം. ഇനി അടിയന്തര പ്രമേയത്തിനും വരുന്നില്ല എങ്കിൽ ശ്രദ്ധ ക്ഷണിക്കൽ, കോളിംഗ് അറ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അതിനും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഈക്വൽ ചാൻസ് ആണ്. പ്രതിപക്ഷത്തിന് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഈ വിവരങ്ങളെല്ലാം കൃത്യമായി മേശപ്പുറത്ത് വെക്കാൻ സഭയിൽ പറയാൻ മന്ത്രി ബാധ്യസ്ഥനാണ്. അതും കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു ചെറിയ ഫോമാണ് സബ്മിഷൻ. ഒരു വിഷയത്തിൽ സഭയുടെ മന്ത്രിയുടെ നിലപാടും മറുപടിയും കിട്ടാൻ സബ്മിഷൻ കൊടുത്താൽ അത് സ്വീകരിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു അംഗം സബ്മിഷൻ കൊടുത്താൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു അംഗത്തിന് സബ്മിഷൻ കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ വിഷയങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത് ചോദ്യം മാത്രമാവുകയും ആ ചോദ്യം കേവലം അൺസ്റ്റാർഡ് ആയി പോവുകയും അത് ടോസിൽ വരാതിരിക്കുകയും താങ്കൾ പറയുന്നത് പ്രതിപക്ഷം ഗൗരവമായി കാണാത്തത് കൊണ്ടല്ല. ശ്രീ ശംസുദ്ദീൻ, താങ്കൾ പറയുന്നത് പ്രതിപക്ഷം കുറെ കൂടി സമർത്ഥമായ രീതിയിൽ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കണമായിരുന്നു, എങ്കിൽ സർക്കാർ മറുപടി പറയുമായിരുന്നു. ഒരു ചോദ്യം ഉന്നയിച്ചാൽ അതിന് സാവകാശം കിട്ടും, പ്രത്യേകിച്ച് അൺസ്റ്റാർഡ് ആയതുകൊണ്ട്. അതല്ലാതെ സർക്കാരിന് ഈ വിവരങ്ങൾ വൃത്തിയായി അറിയിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകേണ്ടതല്ലേ ശരിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇതുപോലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരം ശേഖരിച്ചു വരുന്നു എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഒരുപാട് കാണും. അതൊന്നും ചർച്ചയാവുന്നില്ല. അപ്പോ ഇത് കുറെ കൂടി ഗൗരവത്തിൽ ഒരു സബ്മിഷനായി ഉന്നയിക്കാമായിരുന്നു, ഒരു കോളിംഗ് അറ്റൻഷൻ ആക്കാമായിരുന്നു. ഇനി അതൊന്നും അല്ലെങ്കിൽ ഒരിക്കൽ അടിയന്തര പ്രമേയം കഴിഞ്ഞ സഭയിൽ അവതരിപ്പിച്ചു എന്ന് എന്റെ സ്നേഹിതൻ ചന്താമരാക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. ശരിയാണ്. വേണമെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് മറ്റൊരു അടിയന്തര പ്രമേയമാകാമല്ലോ. അപ്പൊ അതൊന്നും വരാത്തതാണ് ഇതിന്റെ കാര്യം. പിന്നെ അതിന്റെ മറുവശം, ഇവിടെ നമുക്കറിയാം അട്ടപ്പാടിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ശിശുമരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റുകളുടെ രൂപത്തിൽ വിലയിരുത്തുന്നതേ ശരിയല്ല. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടും അതിൽ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞു 2011 ശേഷമാണ് ഇത് എന്നുള്ളത്. വ്യക്തമായി വിവരാവകാശ പ്രകാരമുള്ള രേഖ ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ ഞാൻ ഹാജരാക്കിയിട്ടുള്ളതാണ്. 2007 മുതൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച്, ഒരുപക്ഷെ അതിനു മുമ്പും ഉണ്ടാകാം, അതിനു മുമ്പ് ഞങ്ങളെ ഗവൺമെന്റ് ഉണ്ട്, നിങ്ങളുടെ ഗവൺമെന്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്, അതിനു മുമ്പുണ്ടാകാം. 2007 മുതൽ അത് ശരിയാണ്. അത്രമാത്രം ഗൗരവമേറിയ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ശ്രീ ശംസുദ്ദീൻ, അതൊക്കെ ശരിയാണ്. അത്രമാത്രം ഗൗരവമേറിയ ഒരു വിഷയമാണ്. ആ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കാം മന്ത്രിമാർ പലവട്ടം അവിടെ സന്ദർശനം നടത്തിയത്, പാക്കേജുകൾ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ടിടപെട്ട് പ്രത്യേക ദൂതനെ അയച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്, ഇതൊക്കെ നടന്നത്. പക്ഷേ ആ ഗൗരവത്തോടെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയും അതിനനുസരിച്ച് സഭയോട് ഉത്തരവാദിത്വത്തോടെ മറുപടി പറയുകയും ചെയ്യുന്നില്ല. അത് ഒരു വീഴ്ച തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വന്നല്ലോ, ഇതിന്റെ ഈ ചാനലുകളിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത രീതിയിൽ ഇതിനെ സമീപിച്ചപ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ, അൺസ്റ്റാർഡ് അല്ലാത്ത ചോദ്യങ്ങളുടെ സ്ഥിതിയൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി ഗൗരവമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ അങ്ങനെ ഒരു ഉത്തരം ലഭ്യമാകണമെങ്കിൽ, അങ്ങനെ ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് ചോദിച്ചതെങ്കിൽ മറ്റു മാർഗങ്ങൾ അവർക്ക് അവലംബിക്കാമായിരുന്നു. ഉത്തരം ലഭിക്കാത്തത് കൊണ്ട് നടപടികളില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, അട്ടപ്പാടിയുടെ ചരിത്രത്തിൽ ഈ വിഷയത്തെ ഇതിനെ അവഗണിക്കാനോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മറുവാക്ക് പറയാനോ അല്ല ഈ ഗവൺമെന്റ് ശ്രമിച്ചത്. ഇവിടെ നിങ്ങൾ പറഞ്ഞു 250 കോടി എന്ന്. ഈ 8-9 മാസത്തിനിടയിൽ
300 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു. അത് ഹ്രസ്വകാല നടപടികളുണ്ട്, ദീർഘകാല നടപടികളുണ്ട്. ഫലം കണ്ടുവന്നല്ലോ. ഷംസുദ്ദീൻ, ചെന്താമരാക്ഷനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ചെന്താമരാക്ഷൻ, ഇവിടെ ഷംസുദ്ദീൻ ആരോപിക്കുന്നത് പ്രതിപക്ഷം കുറെ കൂടി ഗൗരവത്തിൽ ഇതിനെ സമീപിച്ചിരുന്നുവെങ്കിൽ, അൺസ്റ്റാർ ചോദ്യമല്ലാതെ മറ്റു രൂപത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇത് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി വേഗത്തിൽ മറുപടി ലഭിക്കുമായിരുന്നു എന്നാണ്. മറുപടി ഇല്ലാത്തതുകൊണ്ട് നടപടികൾ ഉണ്ടായില്ല എന്ന് അർത്ഥവുമില്ല എന്നും. അതിൽ ഈ നിയമസഭാ നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസുദ്ദീൻ ഇവിടെ സൂചിപ്പിച്ചത്. നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാം, കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കാം, സബ്മിഷൻ അവതരിപ്പിക്കാം, അടിയന്തര ഫ്ലോറിൽ വരുന്ന സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഉന്നയിക്കാം, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഉന്നയിക്കാം. അപ്പോൾ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിന് മറുപടി വന്നില്ല എന്ന വിവരമാണ് മീഡിയ വണ്ണിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയല്ല, അത് ഗവൺമെൻറ്, ഇത് ഒരു സങ്കീർണമായിട്ടുള്ള വിഷയമല്ല, ഇത് വളരെ പെട്ടെന്ന് കളക്ട് ചെയ്യാവുന്ന ഒരു വിഷയമാണ്. ആ പെട്ടെന്ന് കളക്ട് ചെയ്യാവുന്ന ഒരു വിഷയത്തിന് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിന് മറുപടി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അശ്രദ്ധ തന്നെയാണ്, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിനാണ്. അവസാനമായി ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനിലേക്ക്. ശ്രീ ഷംസുദ്ദീൻ, ആദിവാസികളുടെ കാര്യമാണ്, ആദിവാസികളുടെ ശിശുമരണമാണ്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത് ഗവൺമെന്റിനെ അറിയിച്ച് നിയമസഭയെ അറിയിക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെങ്കിലും ഒരു അലംഭാവമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, പ്രത്യേകിച്ച് നേരത്തെ നിരവധി പ്രഖ്യാപനങ്ങൾ UDF സർക്കാർ തന്നെ നടത്തിയ സാഹചര്യത്തിൽ? അല്ല, ഞാൻ പറയുന്നത് ഇത്തരം ഒരു ചാനലുകളുടെ കുഴപ്പമാണത്. നമ്മുടെ രാജ്യത്തെ ഈ അസംബ്ലി സംവിധാനങ്ങളൊക്കെ 1800കളിലെയും 1900 ആണ്ടിലെയും ഒക്കെ സിസ്റ്റത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. വിവരാവകാശ പ്രകാരം ഒരു ചോദ്യം ചോദിച്ചാൽ 10 ദിവസം കൊണ്ട് മറുപടി കിട്ടാവുന്ന കാര്യമുള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് ഈ സർക്കാരിന്റെ ഔദ്യോഗികമായ മറുപടി ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ് വരേണ്ടത്. എനിക്ക് പറയാൻ കഴിയും, ഈ ചോദ്യങ്ങൾക്ക് മുഴുവനും കൃത്യമായി ഫിഗറും ഫാക്റ്റും വെച്ച് എത്ര ആശുപത്രികൾ നവീകരിച്ചു, ഓരോ ആശുപത്രികളിലും എന്ത് നടപടി സ്വീകരിച്ചു, ഓരോ മാസത്തിലും എത്ര മരണമുണ്ടായി, ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, അവിടെ സ്വീകരിച്ച ഓരോ നടപടികളും ആരോഗ്യ വകുപ്പിൽ, സാമൂഹ്യ നീതി വകുപ്പിൽ, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ, കൃഷി വകുപ്പിൽ ഒക്കെ സ്വീകരിച്ച നടപടികളും അതുള്ളവാക്കിയിട്ടുള്ള നല്ല ഫലങ്ങളെയും കുറിച്ച് എനിക്ക് ഓരോന്നും വിശദീകരിച്ച് പറയാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഒരു തകരാറാണ്, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വന്നു പോയതാണ്, അല്ലാതെ നടപടികളില്ല എന്ന് അർത്ഥമില്ല. അട്ടപ്പാടിയിൽ പോയിട്ട് ശ്രീ രാമു തന്നെ ഇവിടെ പറഞ്ഞല്ലോ, നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ മാസം, ഇപ്പോൾ ഈ അസംബ്ലി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇത് വിലയിരുത്തിയതാണ്. ഓരോ മാസവും ഈ മാസത്തെ വിലയിരുത്തൽ തന്നെയാണ് ചോദ്യം പ്രധാനമായും ഉയരുന്നത്. ഇത്തരം വിലയിരുത്തലുകൾ നടക്കുന്നു, MLAക്ക് വിവരങ്ങൾ മുഴുവൻ അറിയാം, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം നടക്കുന്നു, ജില്ലാ കളക്ടറേറ്റുകളിൽ യോഗം നടക്കുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നിയമസഭയുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കൃത്യമായി എത്താതിരിക്കുന്നു, അല്ലെങ്കിൽ വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടി മന്ത്രിക്ക് നൽകേണ്ടി വരുന്നു. അവിടെയാണ് പ്രധാനമായും ചോദ്യം ഉയരുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സിസ്റ്റത്തിന്റെ തകരാറാണ്. ഇപ്പൊ ഇതേ ചോദ്യം, എനിക്ക് തോന്നുന്നു ഈ ചോദ്യം അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്തിട്ടുള്ള ചോദ്യമായിരിക്കും. ഇപ്പൊ ഇത്രയും ദിവസവുമായി ഇതേ ചോദ്യം ഇന്നത്തെ കാലത്ത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ 10 ദിവസം കൊണ്ട് മറുപടി കിട്ടും. അപ്പോ സമയപരിമിതി മൂലം ഇടപെടുന്നു. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഒപ്പം വി ചെന്താമരാക്ഷനും നന്ദി അറിയിക്കുന്നു, രാമുവിനും നന്ദി അറിയിക്കുന്നു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.